ഞാൻ നേരിട്ട് കാര്യത്തിലൂടെ കിടക്കും. ഇത് കണ്ടോ, നിറച്ചും മുടിയാണ്. അതായത് നമ്മളോട് പറയത്തില്ലേ, മുടി ചീപ്പിട്ട് ചീവരുത്, അതാണ് കൂടുതൽ വരുന്നത്. നനവുള്ളത് ഉണങ്ങിയ മുടിയാണെങ്കിൽ ആദ്യം നമ്മുടെ തലയിലെ ചെടയെല്ലാം കളയാൻ നമ്മുടെ നഖമിട്ട്, അല്ലെങ്കിൽ വിരലിട്ട് അത് കോതിയെടുക്കണമെന്ന്. ഞാൻ അങ്ങനെ കോതിയെടുത്തപ്പോൾ കിട്ടിയ മുടിയാണ് ഇത്രയും. അത്രയും ബലമുണ്ട് എൻ്റെ മുടിക്കെന്ന് ഓർക്കണം. ഇത്രയും മുടി കൊഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ മേല. അതായത് കയ്യിലെടുത്ത് ഞാൻ ചുട്ടിയപ്പോൾ ഒരു വലിയ കുഞ്ഞു പരിപ്പോടേൻ്റെ സൈസ് ഉണ്ട്. പിന്നെ വേറൊന്നും നോക്കിയില്ല. ആരെന്ത് പറഞ്ഞാലും പണ്ട് ഞാൻ ഡിഗ്രിക്ക് ചെയ്ത സമയത്ത് ഈ സവോളയും ഇഞ്ചിയും അതും ഇതുമൊക്കെ വെച്ച് ഹോം റെമഡി ചെയ്ത് അത് ചെയ്യാമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. എന്നെ വന്നാലും ചെയ്യാം, ഇനിയിപ്പോൾ കൊഴിഞ്ഞു പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ, ഇനിയിപ്പോൾ ചെയ്തിട്ടേ ഉള്ളെന്നും പറഞ്ഞ് എടുത്തു വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പം മുടിയുടെ വലിപ്പം കണ്ടോ, എന്ത് മുടിയാ, ഞാനൊക്കെ സഹിക്കുന്നുമില്ല. ഞാൻ പോയി എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടായിരുന്നു, കുറച്ച് ഇഞ്ചിയും എടുത്തു. പിന്നെ ആ സവോള കണ്ടോ, ആ സവോള കറിക്ക് മിച്ചം വെച്ചിരുന്ന ആ സവോളയും എടുത്ത് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഗ്രേറ്റർ 15 രൂപയ്ക്ക് ഇവിടെ അടുത്ത് ബ്രോഡ്വേ കിട്ടും സാധനം. അത് 15 രൂപയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഒരു കോട്ടൺ ക്ലോത്ത് കൂടെ എടുത്തു. അത് പണ്ട് കഴിഞ്ഞിടയിൽ മുടി കണ്ടമാനം കുഴിഞ്ഞപ്പം ഞാൻ പിന്നെ ചെയ്യാൻ പോവാന്നും പറഞ്ഞ് എടുത്തു വെച്ച കോട്ടൺ തുണിയാണ്. എന്നിട്ട് പിന്നെ ഞാൻ സവോള നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. പക്ഷെ ഡോക്ടർമാരൊക്കെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഉണ്ടല്ലോ, സവോളയ്ക്ക് 10/10 കൊടുക്കുവാണെങ്കിൽ 0 ആണ്. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് സവോള വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര അലോപേസി എനിക്ക് വന്ന് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതായത് ഒരു ഡോക്ടർ, ഒരു PhD പഠിച്ച ഡോക്ടർ പുള്ളിയായിട്ട് കണ്ടുപിടിച്ച ഒരു മരുന്ന് തന്ന്, അങ്ങനെ ഒരു എണ്ണ, ആ എണ്ണ തന്ന് നാരങ്ങയിലും മുക്കി ഞാൻ അവിടെ തേച്ച് എനിക്ക് മുടി കിളിർത്തിട്ടൊക്കെയുള്ള. അത് കഴിഞ്ഞ് ഞാൻ ഈ ഹോം റെമഡി ഒരു 2-2.5 മാസത്തോളം കോളേജിൽ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ചെയ്തു. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എനിക്ക് സംഗതി ഏറ്റു. അതായത് ഈ സവോളയും ഇഞ്ചിയും ഒക്കെ എനിക്ക് ഏറ്റു. കഞ്ഞിവെള്ളം, ഉലുവ, ഇതെല്ലാം ഒത്തു. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്യാണ്ടായി. കോളേജിലൊക്കെ പോകണമല്ലോ. അപ്പം അതിലോട്ട് വരാം. ഇപ്പം ഞാൻ ഇഞ്ചിയൊക്കെ ഗ്രേറ്റ് ചെയ്ത് വീട്ടിൽ നമ്മ ഉണ്ടാക്കി തന്ന കാച്ചെണ്ണ അതും ഒഴിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഒഴിച്ച്, അത് കഴിഞ്ഞ് ഇതുണ്ടോ, ചുമ്മാ തൊട്ടപ്പം വന്ന മുടിയാ അത്രയും. ഇത് എൻ്റെ ആ കൊഴിഞ്ഞ മുടി ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്താ. എത്ര ഉണ്ട് കൊഴിഞ്ഞ മുടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഫ്രിസിനെസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വേറെ മുടിയില്ല. കണ്ടോ, മുടിയുടെ വലിപ്പം കണ്ടോ, അടിയൊക്കെ ഇച്ചിരിയേ ഉള്ളൂ, ഒന്നുമില്ല. കയ്യിൽ ശരിക്കും ഒതുക്കി പിടിക്കാൻ പോലും ഇല്ല. ഈ ഭയങ്കര ഫ്രിസി ആയിട്ട് കിടക്കുന്ന ബുമ്മെന്ന് കിടക്കുന്ന ആൾക്കാർ വിചാരിക്കും ഒരുപാട് മുടിയുണ്ട്. എവിടെ, ചുമ്മാ തൊട്ടാ മതി മുടി വരാൻ, അതുപോലെ മുടി. പിന്നെ നമുക്ക് സവോള നീര് ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പം തന്നെ പോയി സാധനം എടുത്ത് ഇത് കണ്ടോ, വകവെടുത്തപ്പം നമ്മുടെ ആ കഷണ്ടി ഒക്കെ വരുന്ന ഭാഗത്തൊന്നും ഒട്ടും മുടിയില്ല, മുടിയൊക്കെ കണ്ടമാനം പോയി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അതെല്ലാം തലേ തേച്ചു. ഓരോന്നോരോന്ന് വീതം സെക്ഷൻ എടുത്ത് തേച്ചു. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഇത് കണ്ടോ, മുടി ഒട്ടുമില്ല. ബേബി ഹെയർ ഒന്നും ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടാവുന്നേ ഇല്ല. പണ്ട് മുടി കൊഴിയുമെങ്കിലും നല്ല ബേബി ഹെയർ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഞാൻ പിന്നെ അതവിടെ വെച്ചേച്ച് ഫോൺ എടുത്ത് മുകളിൽ വെച്ചിട്ട് ഈ ബൗള് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് ഞാൻ തേച്ചു. അത് നഖം കൊണ്ടല്ല, എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് കണ്ടോ, തൊടുമ്പോഴേ അതിൽ നിന്ന് മുടിയാണ്. ഞാൻ ഈ തമ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അവിടെ കൊണ്ടിങ്ങനെ നല്ലപോലെ തേച്ചു. തലയുടെ ബാക്കിലും ഫ്രണ്ടിലും, അതായത് തല നിറച്ചും തേച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, കുളിക്കുന്ന സമയത്ത് ഷാമ്പു ചെയ്ത് എൻ്റെ എണ്ണ കളയാറില്ല. അതാണ് ഞാൻ ചെയ്യാറുള്ള ഒരു പരിപാടി. പിന്നെ അത് മൊത്തം നല്ലപോലെ തേച്ച് ആ മുടി കെട്ടിവെച്ചു. മുടിയുടെ വലിപ്പം കണ്ടോ, ഒരുപാട് മുടിയുള്ള കൊച്ച്. അതിൻ്റെ അകത്തൊന്നും ഇല്ലാന്ന് എനിക്കല്ലേ അറിയുള്ളൂ. എന്നിട്ട് ഞാൻ മുടി കെട്ടിവെച്ച് ഒരു ക്ലിപ്പ് എടുത്ത് ഞാനത് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ഞാൻ അടുപ്പിൽ വെള്ളം വെക്കാൻ പോയി. അതായത് നമ്മൾ ഹെയർ സ്പാ ഒക്കെ ചെയ്യില്ലേ, അതിന് പോയി. ഈ സമയത്ത് ഞാൻ തേച്ച സമയത്ത് കിട്ടിയ മുടിയാണ്, എണ്ണ തേച്ച സമയത്ത് കിട്ടിയ മുടിയാണത്. അത് കഴിഞ്ഞ് ഞാൻ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഈ തോർത്ത് മുക്കി, ഏതെങ്കിലും തവി വെച്ച് മുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചൂട് പാത്രമാണ്, അതിൽ കയറി പിടിക്കരുത്. ഞാൻ ഒരു 5-6 വട്ടം കയറി പിടിച്ചു. എന്നിട്ട് ഞാൻ അതിൽ മുക്കി, നമ്മൾ ഒരുപാട് കണ്ടുള്ളതല്ലേ, അങ്ങനെ അത് പിഴിഞ്ഞ് അത് നൂർത്ത് അത് നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് അതിൽ മുടി പൊതിഞ്ഞു വെക്കും. ഞാനിപ്പോൾ അത് കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല, പക്ഷെ ഞാനത് കാണിക്കുന്നുണ്ട്.
മുന്നിലോട്ടിട്ട് ഞാൻ മുടി അതിൽ എന്നാ കെട്ടിവെച്ചു. എന്നിട്ട് 3 തവണ ചെയ്യണം, ഒരു 5 മിനിറ്റത്തേക്ക്. നമുക്ക് തലേന്ന് ആ ഒരു ആവി ഉണ്ടല്ലോ, അത് മാറിയെന്ന് തോന്നുന്നിടം വരെ നമ്മളത് ചെയ്യണം. എന്നപ്പം ഞാനത് ചെയ്തു. അപ്പം ഇത്രയുമാണ് ഇന്ന് ചെയ്ത കലാപരിപാടി. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ പിന്നെ പറയാം. ഞാൻ ഇന്ന് ചെയ്ത കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ കെട്ടിവെച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുളിക്കും. 3/4 മണിക്കൂറിനുള്ളിൽ ഞാൻ കുളിക്കും. ഞാൻ ഷാമ്പു ഇടത്തില്ല, ചുമ്മാ പ്ലെയിൻ വെള്ളത്തിൽ കഴുകത്തേ ഉള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.